എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഒളിച്ചിരിക്കുന്ന നമ്പർ 16നെയും 18നെയും കാണിക്കും. 18 ആണെങ്കിൽ 16നോട് പറയും, വായു നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം, അതല്ല എങ്കിൽ ആ മോൺസ്റ്റർ അവൻ ഇവിടെ മുഴുവൻ തകർത്ത് നമ്മളെ ഇല്ലാതാക്കും. 16 ആണെങ്കിൽ അവൾ ആശ്വസിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവനിപ്പോൾ നിന്റെ പവർ ആവശ്യമാണ്, അതുകൊണ്ട് നിന്നെ ഒരിക്കലും അവൻ കൊല്ലില്ല, എങ്ങനെയെങ്കിലും നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് അവൻ ശ്രമിക്കുന്നത്. അത് കേട്ട് അവളാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചു നിൽക്കും. ഇവിടെ 16 ആണെങ്കിൽ കാര്യമായിട്ട് ചിന്തിക്കും, അതെ അവൻ ഓൾറെഡി ആ 17നെ അവനെ അബ്സോർബ് ചെയ്ത് ആ എറ്റേണൽ ലൈഫ് നേടിയെടുത്തിരിക്കുകയാണ്. ഇനി 18നെയും കൂടെ കിട്ടിയാൽ മാത്രമേ അവന് അവന്റെ പൂർണ്ണമായ ട്രാൻസ്ഫർമേഷനിലേക്ക് പോകാനായിട്ട് പറ്റൂ. അതിനുവേണ്ടിയാണ് അവൻ ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഗോക്കുവാൻ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പൊ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ബൊൽമയാണെങ്കിൽ ഗോക്കുവിനോട് പറയും, രണ്ടുപേരും വളരെയധികം ശ്രദ്ധയോടുകൂടെ വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അതിന് ഗോക്കു ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് ആ ചേംബറിലേക്ക് കയറും. ഗോഹാനാണെങ്കിൽ ആ ചേംബർ കണ്ട് അത്ഭുതപ്പെട്ട് ഇതിന്റെ മുക്കും മൂലയും അങ്ങനെ നോക്കുകയാണ്. ആണെങ്കിൽ പതിയെ അകത്തേക്ക് കടന്നു വരും. എനിക്ക് ബ്രീത്ത് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് തോന്നുന്നു, മാത്രമല്ല എന്തോ ഒരു ഭയം എനിക്ക് തോന്നുകയാണ്. ഉടനെ ഗോക്കു ആണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ആക്ച്വലി ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബാത്റൂം. ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒരു വർഷത്തേക്കുള്ളത് അതിൽ കൂടുതലും റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ അത് കണ്ടില്ലേ? അതുകൊണ്ട് ഗോഹാനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ്, ഇത് ശരിക്കും ഒരുപാട് കൂടുതലുണ്ട്, ഇത്രയൊക്കെ ഫെസിലിറ്റി ഉണ്ടായിട്ട് ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പോ എന്റെ മൈൻഡ് അത് ഓക്കെയാണ്. ആണെങ്കിൽ ഗോഹാന്റെ തോളിൽ തട്ടി അവനെ സമാധാനിപ്പിക്കും. ചെറുപ്പത്തിൽ 1 മാസം ഞാൻ എങ്ങനെയാണ് ഇവിടെ പിടിച്ചതെന്ന് പറഞ്ഞു തരാം. ആ ഡോർ തുറന്ന് പുറത്തേക്ക് പോയ വിശാലമായ ട്രെയിനിങ് ഗ്രൗണ്ട് അത് നിനക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ഗോഹാനുമായി ആ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് വരും. അതുകൊണ്ട് ഗോഹാനാണെങ്കിൽ ഷോക്കായി ചുറ്റും നോക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ മോൺസ്റ്ററിനെ കാണിക്കും. അതാണെങ്കിൽ ഒന്നൊന്നായി ഓരോ വില്ലേജുകൾ തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഉച്ചത്തിൽ വിളിക്കും, നമ്പർ 18, നിനക്ക് ഇനിയും എന്റെ കണ്ണിൽ പൊടിയിട്ട് ഒളിച്ചിരിക്കാനായിട്ട് കഴിയില്ല, മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് നിനക്ക് നല്ലത്. അടുത്ത വില്ലേജ് ഒരു പക്ഷേ നീ ഒളിച്ചിരിക്കുന്ന വില്ലേജ് ആയിരിക്കാം. സോ എന്റെ അറ്റാക്കിൽ പെടണ്ടായെങ്കിൽ മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. ഇവിടെ 18 ആണെങ്കിൽ അല്പം ടെൻഷനൊക്കെ തോന്നും. 16നോട് പറയും, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. 16 ആണെങ്കിൽ അവൾക്ക് കോൺഫിഡൻസ് കൊടുക്കും, അവൻ നീ പുറത്തേക്ക് വരാനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിന്നോടൊപ്പം ഞാനുണ്ട്, നിനക്കൊന്നും സംഭവിക്കില്ല, ഒരു കാരണവശാലും നമ്മളിപ്പോൾ പുറത്തേക്ക് പോകാൻ പാടില്ല, ഇവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവർ രണ്ടുപേരും അവിടെ തന്നെ ഇരിക്കും. ഇവിടെ ആ മോൺസ്റ്ററിനാണെങ്കിൽ അവന്റെ ദേഷ്യം അത് 10 മടങ്ങാവും. ഓ നോ, അവൾ പുറത്തേക്ക് വരാനായിട്ട് തയ്യാറാവുന്നില്ല. സോ ഞാൻ ഈ ഐലാൻഡ് മുഴുവനും തകർത്ത് കളയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിന്റെ മുൻപിൽ വേറെ വഴിയില്ല, ഞാൻ അത് തന്നെ ചെയ്യുന്നു പറഞ്ഞ് ആ ഐലാൻഡിലുള്ള ഓരോരോ വില്ലേജുകളായിട്ട് അവൻ തകർക്കാനായിട്ട് തുടങ്ങും. അവന്റെ പവർ വന്ന് വീണ് ഓരോരോ വില്ലേജുകൾ തകരും. ക്യാമറ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബജീറ്റ, അവനാണെങ്കിൽ ഇപ്പൊ ആ തകരുന്ന വില്ലേജ് അത് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞു. യെസ്, ഇതാ മോൺസ്റ്റർ ആണ്. അവന്റെ റാംപേജ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഗോക്കുവും ടീമും എന്തിനാണ് ഇവനെ ഇത്രയധികം ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനെ ഞാൻ ഈസി ആയിട്ട് തോൽപ്പിക്കുന്നു പറഞ്ഞ് അവൻ അങ്ങനെ സ്പീഡിൽ കടന്നു വരും. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഗ്രാമവും നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരെണ്ണം മാത്രമാണ്. അവനാണെങ്കിൽ ഇപ്പൊ അവിടേക്ക് നോക്കും, എനിക്കറിയാം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്, ഇത്തവണ ഉറപ്പായിട്ട് നിങ്ങൾ മിസ്സാവില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ താഴേക്ക് വരും. നമ്പർ 18 ആണെങ്കിൽ അവൻ അങ്ങനെ താഴേക്ക് വരുന്നത് കാണും. 16 ആണെങ്കിൽ അവളോട് പറയും, അവൻ ഇപ്പോഴും നമ്മളെ കണ്ടിട്ടില്ല, നീ മര്യാദയ്ക്ക് ഇവിടെ വന്നിരിക്കെ, അതല്ല എങ്കിൽ അവന്റെ ശ്രദ്ധയിൽപ്പെട്ട് അവൻ നിന്നെയും അകത്താക്കും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമ്പർ 18 മാർക്ക് ചെയ്യും. ഞാൻ നിന്നെ കണ്ടു കഴിഞ്ഞു, നിന്റെ പവറും ഞാൻ അബ്സോർബ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവൾക്ക് നേരെ കൈനീട്ടും. ആ നിമിഷം അവനൊരു ബമ്പ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് വജീറ്റ അവന്റെ അടുത്തേക്ക് വരും. മോൺസ്റ്റർ ആണെങ്കിൽ വജീറ്റയെ കണ്ട് ഞെട്ടും. ഓ നോ, നീ വീണ്ടും ഇവിടേക്ക് വന്നോ? അതിന് വജീറ്റ പറയും, നമുക്കാദ്യം കുറച്ച് സംസാരിക്കാം. ഉടനെ രണ്ടുപേരും താഴേക്ക് വരികയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ വജീറ്റയോട് ചോദിക്കും, നിനക്ക് ഇനിയും എന്നെ തോൽപ്പിക്കാൻ കഴിയുന്നുള്ള വൃദ്ധാവിലുള്ള ആ ചിന്തയുണ്ടോ? അതിന് വജീറ്റ പറയും, ഈ തവണ ഞാൻ നിന്നെ തോൽപ്പിക്കാനല്ല, നിന്നെ ചുരുട്ടി കൂട്ടാൻ പോവാണ്. അത് കേട്ട് മോൺസ്റ്റർ ചിരിക്കും. ഉടനെ ടീച്ചറുടെ മകൻ ആ സൂപ്പർ ഹീറോ പയ്യൻ അവനും അവിടേക്ക് കടന്നു വരികയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ അവനെ കണ്ട് ഇപ്പൊ ഡബിൾ ഷോക്കാവും. പക്ഷെ മോൺസ്റ്ററിനാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസമല്ല. ഒന്നല്ല രണ്ടല്ല, ഇനി എത്ര പേര് വന്നാലും നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല, നിങ്ങളെ എല്ലാവരെയും ഞാൻ തോൽപ്പിക്കും. അത് കേട്ട് വെജിറ്റ പറയും, അവൻ കാഴ്ചക്കാരനായിട്ട് വന്നതാണ്, എന്റെ ഈ ഫൈറ്റിൽ അവൻ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ഞാൻ ആരാണെന്ന് അറിയും, ഇത് നിനക്കും ഇടയിലുള്ള ഫൈറ്റാണ്. അപ്പൊ ദൂരത്തായിട്ട് നമ്പർ 18 ആണെങ്കിൽ 16നോട് പറയും, ലാസ്റ്റ് ടൈം അവൻ എന്നോട് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയതാണ്, എന്നിട്ട് അവന്റെ ഓവർ കോൺഫിഡൻസ് കാരണം അവനിപ്പോ ആ ഒരു മോൺസ്റ്ററിനെ തന്നെ വെല്ലുവിളിക്കുകയാണ്, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് കടന്നു പോവാം. അതിന് 16 പറയും,
ആ ഒരു ഫൈറ്റ് അത് ആരംഭിച്ചതിന് ശേഷം ഇവിടുന്ന് പോകുന്നതാണ് ബുദ്ധി. മാത്രമല്ല നീ ലാസ്റ്റ് ടൈം വെജീറ്റയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള പവർ അല്ല അവനിപ്പോൾ ഉള്ളത്. അതിൽ നിന്നും ഒരുപാട് അവനിപ്പോൾ കൂടിയിട്ടുണ്ട്. വെജീറ്റ ആണെങ്കിൽ അവനോട് പറയും, നീ കെയർഫുൾ ആയിട്ട് നിന്നോ, നിന്നെ ഞാൻ പിച്ച് ചീന്താൻ പോവുകയാണെന്ന് പറഞ്ഞ് അവന്റെ അൾട്ടിമേറ്റ് പവർ റിലീസ് ചെയ്യും. ഇവിടെ സൂപ്പർ ഹീറോ പയ്യനും അത് മനസ്സിലാക്കും. പിന്നോയും ഇപ്പൊ വെജീറ്റയുടെ പുതിയ പവർ അത് മനസ്സിലാക്കുകയാണ്. കൊള്ളാം വെജീറ്റ, നിന്റെ പുതിയ പവർ കാണാനായിട്ട് ഞാനും എക്സൈറ്റഡ് ആണ്. അതെന്താണെന്ന് നീ കാണിക്കേ. ഇവിടെ വെജീറ്റ ആണെങ്കിൽ അവന്റെ പവർ അത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്തോറും ഒരു പ്രദേശം മുഴുവനായിട്ടും ഏകദേശം തകരാനായിട്ട് തുടങ്ങും. ഇവിടെ നമ്പർ 18 ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ആൾക്കാരെല്ലാവരും വെജീറ്റയെ തന്നെ നോക്കും. വെജീറ്റ ആണെങ്കിൽ അവന്റെ പവർ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്ത് സൂപ്പർ സയാന്റെയും മുകളിലേക്ക് പോയിരിക്കുകയാണ്. 18 ആണെങ്കിൽ ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇതാ പഴയ വെജീറ്റയല്ല, അവൻ ശരിക്കും ഇപ്പോൾ ഒത്തിരി ചേഞ്ച് ആയിരിക്കുകയാണ്. ഇവിടെ സൂപ്പർ ഹീറോ പയ്യൻ അവനാണെങ്കിൽ അടിച്ചു പറയും, തീർച്ചയായിട്ടും ആ ട്രെയിനിങ് എൻ്റെ അച്ഛനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ സൂപ്പർ സയാൻ മോഡിൽ നിന്നും വീണ്ടും ഒരുപാട് ദൂരം മുകളിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പവർ എനിക്ക് പ്രോപ്പറായിട്ട് മെഷർ പോലും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവനത് പറയുന്ന അതേ നിമിഷം തന്നെ ഇവിടെ ആ മോൺസ്റ്ററിനെ കൈ ചുരുട്ടി ആഞ്ഞെട്ടിക്കുകയാണ് സാക്ഷാൽ വെജീറ്റ. വെജീറ്റയുടെ പഞ്ച് കിട്ടി ഇപ്പൊ അവനാണെങ്കിൽ പൊളയാനായിട്ട് തുടങ്ങും. മോൺസ്റ്റർ ആണെങ്കിൽ വേദന കൊണ്ട് പിടയുമ്പോൾ വെജീറ്റ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ വയറ്റിൽ ആഞ്ഞ് പഞ്ച് ചെയ്യും. അതിനുശേഷം അവനെ തൂക്കിയെടുത്ത് നിലത്തടിക്കുകയാണ്. ആ ഒരു അടിയിൽ ഒരു ഭാഗം മുഴുവനായിട്ട് തകർന്നു പോകും. 18 ആണെങ്കിൽ ആ കാഴ്ചയൊക്കെ കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഇവിടെ സൂപ്പർ ഹീറോ പയ്യൻ അവൻ കുറച്ചുകൂടെ ദൂരേക്ക് മാറുമെന്ന് ഫൈറ്റ് കാണും. വെജീറ്റ ഞാൻ മോൺസ്റ്ററിനോട് ചോദിക്കും, നീ എന്ത് തീരുമാനിച്ചു, ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാണോ? അതിനവൻ പറയും, ഞാൻ തീരുമാനിച്ച കാര്യം ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ വെജീറ്റയുടെ അടുത്തേക്ക് വന്ന് ഓറഞ്ചം പൊറഞ്ചം അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ വെജീറ്റ ആണെങ്കിൽ ആ അറ്റാക്കിൽ നിന്നെല്ലാം ഈസി ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ മൊട്ടപ്പൻ ഒരു സെക്കൻഡ് വെജീറ്റയുടെ പവർ അത് തിരിച്ചറിഞ്ഞങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ഓനോ, ഇത് വെജീറ്റയുടെ പവറാണ്. അവന്റെ പവർ എങ്ങനെ ആ ഒരു മോൺസ്റ്റർ സെല്ലിനെ കഴിഞ്ഞും മുകളിലെത്തി? ഇതുറപ്പായാലും ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവന് കിട്ടിയ പവർ തന്നെയായിരിക്കും. ഓ നോ, എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. നോക്കി നിന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം കേറ്റീനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും മുൻപോട്ടേക്ക് പോകും. കട്ട് ചെയ്താ ഇവിടെ ഗോക്കുവിനെ കാണിക്കും. ഗോക്കു ആണെങ്കിൽ ഗോഹാനോട് പറയും, നീ വളരെയധികം ശ്രദ്ധയോടുകൂടെ വേണം ഇതുവഴി നടക്കാനായിട്ട്. ഇവിടെ ഗ്രാവിറ്റി അത് 5 ഇരട്ടി കൂടുതലാണ്. മാത്രമല്ല ഇവിടുത്തെ താപനില അത് 100 ഡിഗ്രിയിൽ നിന്ന് 0 വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ സ്പീഡിൽ ഇവിടെ കാറ്റടിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഇവിടെ എല്ലാം ഉണ്ടാവുക. സോ നമുക്കിപ്പോൾ ട്രെയിനിങ് അത് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. ആദ്യം നമ്മൾ രണ്ടുപേരും സൂപ്പർ സയാൻ മോഡിലേക്ക് പോകണം. അത് കേട്ട് ഗോഹാൻ ഞെട്ടും. എന്താ ഈ പറയണേ, സൂപ്പർ സയാനോ? എന്നെ കൊണ്ട് അതിന് കഴിയോ? അതിന് ഗോക്കു പറയും, നീ എന്റെ മകനാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നിനക്കും ചെയ്യാൻ കഴിയില്ല? സോ ഉറപ്പായിട്ട് ആത്മാർത്ഥമായിട്ട് നീ ശ്രമിക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് അത് സാധിക്കും. ഗോഹാൻ ആണെങ്കിൽ തല താഴ്ത്തി നിൽക്കും. എനിക്ക് ട്രെയിനിങ് തന്ന് അച്ഛന്റെ കാര്യം അതെങ്ങനെ മുൻപോട്ടേക്ക് കൊണ്ടുപോകും? അച്ഛന് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണ്ടേ? ഇതിന് ഗോക്കു ആണെങ്കിൽ അവന്റെ തലയിൽ തട്ടിയിട്ട് പറയും, ആദ്യം ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങൾ നീ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതിനിടയിൽ എന്റെ ട്രെയിനിങ് അത് ഞാൻ മുൻപോട്ടേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ സെല്ലിനെ കഴിഞ്ഞും ഒക്കെ തന്നെ പവർഫുള്ളായി മാറുക എന്നതാണ്. അതുപോലെ തന്നെ നീയും പവർഫുള്ളായി മാറണം. അതിന് ഗോഹാൻ പറയും, എന്നെ കൊണ്ടത് പറ്റുമോ? ഓൾറെഡി സൂപ്പർ ഹീറോ പയ്യൻ പറഞ്ഞത് അവന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് ഞാൻ സൂപ്പർ സയനായി മാറുകയുള്ളൂ എന്നാണ്. മാത്രമല്ല എന്നെ കൊണ്ട് ആ ആൻഡ്രോയിഡ്സിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും അവൻ പറഞ്ഞിരുന്നു. അത് കേട്ട് ഗോകു ചിരിക്കും. അവൻ പറഞ്ഞത് ഒരു പക്ഷേ ശരിയായിരിക്കും. പക്ഷേ പല ഫ്യൂച്ചറും ചേഞ്ച് ആയിട്ടുണ്ട്. എന്നെ അഫക്റ്റ് ചെയ്ത ആ ഒരു വൈറസ് അതിന് ഞാൻ സർവൈവ് ചെയ്ത് പുറത്തേക്ക് വന്നില്ലേ, അതുപോലെ തന്നെ എന്നെക്കൊണ്ട് ഇത് സാധിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് ഗോഹാനെ ട്രെയിനിങ് എടുക്കാൻ തയ്യാറെടുപ്പിക്കും. കട്ട് ചെയ്ത് ഇവിടെ വെജീറ്റ ആണെങ്കിൽ ആ ഒരു മോൺസ്റ്ററിനെ അറഞ്ച പുറഞ്ഞ് തല്ലും. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിന്നെ ഞാൻ നേരത്തെ തീർത്ത് കളയേണ്ടതായിരുന്നു, അതിന്റെ സമയം ഇപ്പോൾ എത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും പവർ എടുക്കാൻ ശ്രമിക്കും. ആ സമയത്ത് വെജീറ്റ ആണെങ്കിൽ ഇപ്പോൾ ഇവിടേക്ക് ചില പാർട്ടിക്കിൾസ് ഒക്കെ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതിൽ കൺട്രോൾ പോയ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഫയർ പവർ ഉപയോഗിച്ച് വെജീറ്റയെ അറ്റാക്ക് ചെയ്ത് ഒരു ഭാഗത്ത് വന്ന് നിൽക്കും. അവന്റെ അറ്റാക്ക് ആണെങ്കിൽ ഒരെണ്ണം പോലും വെജീറ്റയുടെ നേർക്ക് വരില്ല. വെജീറ്റ ആണെങ്കിൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഇപ്പൊ മോൺസ്റ്ററിന് മുൻപിലേക്ക് വരും. ഇത്രയേ ഉള്ളൂ നിന്റെ അറ്റാക്കും പവറും ഒക്കെ. പറഞ്ഞാൽ ഞാൻ നിന്നിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യുന്നു പറഞ്ഞ് വെജീറ്റ ആണെങ്കിൽ അവനെ വീണ്ടും കളിയാക്കും. അതിൽ കൺട്രോൾ പോയ അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, വെജീറ്റ എന്നെ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കാരണവശാലും ഇതിന് ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ വീണ്ടും വെജീറ്റയെ അറ്റാക്ക് ചെയ്യാൻ കടന്നു വരും. വെജീറ്റ ആണെങ്കിൽ ഒരു കുലുക്കമില്ലാതെ അങ്ങനെ നിൽക്കും. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ അവന്റെ ഫുൾ പവർ എടുത്ത് വെജീറ്റയെ ആഞ്ഞ് പഞ്ച് ചെയ്യാണ്. വെജീറ്റയുടെ മുഖത്തോടെ ചോര തുളുമ്പും. പക്ഷേ എന്റെ കോൺഫിഡൻസിനാണെങ്കിൽ യാതൊരു കുറവുമില്ല. ഇതാണല്ലേ നിന്റെ അൾട്ടിമേറ്റ് പവർ, ഇതുകൊണ്ടൊന്നും നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നീ ചെയ്തത് വലിയ തെറ്റാണ്. ഞാൻ വെറും ഒരു സൂപ്പർ സയനല്ല, ഒരു വെജീറ്റയാണെന്ന് പറഞ്ഞ് അവനങ്ങനെ ടെററായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.